ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നതിനൊപ്പം ഒരു നിയമവിദഗ്ധൻ കൂടിയാണ് താങ്കൾ. ഞാൻ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് കൂടിയാണ്. ശ്രീ എൻ ലാൽകുമാർ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ED എന്ന വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ അന്വേഷിക്കേണ്ട വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസി കേവലം ഒരു സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട ഒരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണോ ഹൈക്കോടതി ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ED സമർപ്പിച്ചത് കവർച്ചയുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ചില പരിപ്രേക്ഷ്യത്തിലെ കാര്യങ്ങൾ മാത്രമാണ്? ഇതിലെ വിശാലമായ കള്ളപ്പണത്തിൻ്റെ ഒരിടപാടും ED അവരുടെ കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. നിയമപരമായി തന്നെ അതിലൊരു കല്ലുകടിയില്ലേ ശ്രീ ലാൽകുമാർ? നോക്കൂ, ഇവിടെ മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് കേരള പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഇത് EDയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് വിടുന്നത്. കറക്റ്റ്. അതല്ലാതെ വിടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം മണി ലോണ്ടറിങ്ങിന് പകരം ഈ പറയുന്ന കവർച്ചയായിരുന്നു എങ്കിൽ കവർച്ച കേരള പോലീസ് അന്വേഷിച്ച് FIR ഇട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാടുണ്ട്, അതിനകത്ത് ഒരുപാട് പണം വന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അത് ED അന്വേഷിപ്പിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് അന്വേഷിക്കാൻ പല ഏജൻസികളുണ്ട്. അപ്പോൾ ED എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മണി ലോണ്ടറിങ്ങിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സ്ക്ലൂസീവ്ലി ഈ വിഷയം ഡീൽ ചെയ്യുന്നവരാണ്. ആ ഡീൽ ചെയ്യുന്ന ഏജൻസിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ളൊരു കോസി ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നമ്മൾ വ്യക്തമായി ചെയ്തിട്ടുണ്ട്, അതിനകത്തൊരു സംശയവും വേണ്ട. അത് ED എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നമ്മുടെ കാര്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഈ പറയുന്ന മണി ലോണ്ടറിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പോലീസ് ഇത് കൈമാറുന്നു. പിന്നെ EDയുടെ പക്ഷത്തേക്ക് ഈ കേസ് വരുന്നു. ED അത് എങ്ങനെ വളച്ചൊടിക്കും എന്ന് നമുക്ക് സാധാരണ പത്രം വായിക്കുന്ന ഏത് കുട്ടിക്കും അറിയാൻ കഴിയും. കാര്യം ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഒരു അല്ലെങ്കിൽ രാജ്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്, കഷ്ടമാണ്. നമ്മൾ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പം CBIയെ കേജ്ഡ് പാരറ്റ് എന്ന് വിളിച്ചത് അൽത്തമാസ് കബീറാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അൽത്തമാസ് കബീറാണ് കേജ്ഡ് പാരറ്റ് എന്ന് വിളിച്ചത്. സത്യത്തിൽ അത്രത്തോളം ട്വിസ്റ്റ് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സ്ഥിതി എടുത്തു നോക്കുവാണെങ്കിൽ അന്ന് അത്രയും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. കാര്യം അത്രത്തോളം മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ അത്രത്തോളം എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രാധാന്യം വരുന്നത് ഒരു കമ്പാരിസൺ വരുമ്പോഴാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നടന്നിട്ടുള്ളതെന്നും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ CBIയെ അങ്ങനെയുള്ള ഏജൻസികളിൽ EDക്കാണ് ഏറ്റവും കൂടുതൽ പ്രാഥമികമായി ഇവർ ഏറ്റവും കൂടുതൽ ഒഫൻസ് എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യപ്പെടുന്നത്. ആൾക്കാരുടെ പുറകെ നടക്കുന്ന EDയാണ്. കാര്യം സാമ്പത്തിക ഇടപാടുകൾ ഇപ്പം നോക്കൂ, ബിനീഷ് കോടിയേരിയുടെ കാര്യം എടുക്കൂ. ബിനീഷ് കോടിയേരി ഇവിടുന്ന് പോയി അദ്ദേഹത്തെ നാർക്കോട്ടിക് ആണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് ഓരോ കാര്യത്തിനും ഓരോ സ്ഥലത്ത് വെച്ചും മിസ്യൂസ് ചെയ്യുകയും, ബിനീഷ് കോടിയേരി ഇപ്പം നാട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ കേസ് കഴിഞ്ഞു കിട്ടി, മിസ്യൂസ് ചെയ്യുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ഹണ്ട് ചെയ്യുകയും, അത് ബിനീഷ് കോടിയേരി ആയതുകൊണ്ടല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്ന ഓരോരുത്തർ. ഇപ്പം യു ടേക്ക് എനി പൊളിറ്റിക്കൽ ലീഡർ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടെ. ഈ പറയുന്ന ED ചാർജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് പൊളിറ്റിക്കൽ ഓപ്പോസിഷനിലിരിക്കുന്നവരാണ്. ഈ റൂളിംഗ് പാർട്ടിയിൽ ആരുമില്ല. നോക്കൂ, റൂളിംഗ് പാർട്ടി, ഈ രാജ്യം ഭരിക്കുന്ന ഈ റൂളിംഗ് പാർട്ടിക്ക് ഒരാൾ പോലും ഒരു എക്കണോമിക് ഒഫൻസും നടത്താത്ത ആൾക്കാരാണോ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ ചാർജ് ഒന്നും വരില്ല. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ചാർജ് ഷീറ്റ് വന്നാൽ അല്ലെങ്കിൽ ED നിങ്ങളെ ഹണ്ട് ചെയ്യാൻ വന്നാൽ, ഹണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ നടക്കുന്നത്. അങ്ങനെ വന്നാൽ അപ്പോഴേ BJP ചേരുക, പ്രശ്നം അവസാനിപ്പിക്കുക. അതാണല്ലോ അവരുടെ രീതി, അതായിരുന്നു. നോക്കൂ, ഇവിടെ പറഞ്ഞ ഒരു വാദം എടുക്കുക. നമ്മൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന എല്ലാം കാറ്റിൽ പറന്നു. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിൽ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് ED വന്ന് അന്വേഷിച്ചു. മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ പറ്റുന്നിടത്തോളം വേട്ടയാടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി കള്ളനാണെന്ന് ഇവിടുത്തെ
നികൃഷ്ടമായ മാധ്യമ ജീവികൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ ഞാൻ പറയും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് ആ ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത് നമ്മൾ. ഒന്നും നടന്നില്ല. എന്തേലും നടന്നോ? ഒന്നും നടന്നില്ല. അപ്പം ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എല്ലാവരും ഈ പറയുന്ന എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ആരെങ്കിലും ഇവിടെ ഒരു വാദം പറഞ്ഞോ? അതെന്താ പറയാത്തെ? തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചില്ലേ? അപ്പം കേരളത്തിൻ്റെ ഭാഗമെടുത്താൽ നിങ്ങൾ കുറേ കാലങ്ങളായി കേരളത്തിലെ സർക്കാരിനെ ഹോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെ ഓരോ ആൾക്കാരെ, പൊളിറ്റിക്കൽ ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും ഹോണ്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇ ഡി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം BJP ഒരു ഘടകകക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. BJP കുറേ നാളുകളായി BJP ഘടകകക്ഷിയാണ്. നോക്കൂ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ ഈ പറയുന്ന സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ഒരു ഡിബേറ്റിനകത്ത് കേരളത്തിലെ ഏഷ്യാനെറ്റ് ചാനലിലെ വിനു വി ജോൺ എന്ന് പറയുന്ന ആൾ നയിക്കുന്ന ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തന്നെ എന്തോ ഒരു വിമർശനം EDക്കെതിരെ വെച്ചപ്പം ആ ED ഓഫീസർ നേരെ ഈ പറയുന്ന വിനു വി ജോൺ മെസ്സേജ് അയക്കുക, കാണിച്ചു തരാം. അദ്ദേഹം അവിടെ വെച്ച് തന്നെ അത് വായിക്കുന്നതും കണ്ടു. അത് അദ്ദേഹം വായിച്ചു. അപ്പം നമ്മൾ അന്നാണ് എങ്ങനെയാണ് ED പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ട് EDക്കെതിരെ ഒരു വിമർശനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുക. നമ്മൾ ലൈവ് കണ്ടതായി നാട്ടിൽ. അതാണ് ഇന്നത്തെ ED. അപ്പം അങ്ങനെ ഈ പറയുന്ന BJP ഘടകകക്ഷിയായി നിൽക്കുന്ന ED ഇലക്ഷൻ കമ്മീഷനും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു EDയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള BJP നേതൃത്വത്തിലുള്ള ആരും ഒരു തെറ്റും ചെയ്യാതിരിക്കുകയും മറ്റുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ പറയുന്ന എക്കണോമിക് ഒഫൻസിൻ്റെ ഭാഗമായി വരികയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമ്മളെപ്പോലുള്ള ഒരാൾ ഒരു എക്കണോമിക് ഒഫൻസിൻ്റെ ഭാഗമായി പെടുക, അല്ലെങ്കിൽ ഇവർ ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ BJP ചേരുക, പ്രശ്നം അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ പല ആൾക്കാരുടെയും ED എന്താ ചെയ്യുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഇപ്പം. പക്ഷേ ED ഇവരുടെ പുറകെ നടന്നതാണ്. ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ നേതാക്കന്മാരെയും ഹോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്യുന്നതിന് പകരം അവരെ ഫ്രണ്ടാക്കാൻ വളരെ എളുപ്പം നടക്കുന്നു. അത് BJPയുമായി ചേർന്ന് നിൽക്കുന്നത്. അപ്പം BJPയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഏജൻസിയായി ഇത് മാറിയിരിക്കുന്നു. അത് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ജനങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ED ഏതാണ്ട് BJP ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന്. അത്ര മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും.